ഇന്ന് ചെറിയ പെരുന്നാളാണ്. മാനത്ത് ശവ്വാൽ നിലാവ് തെളിഞ്ഞതോടെ റംസാൻ വ്രതത്തിന് പര്യവസാനമായി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇന്നലെ വൈകിട്ട് പൊന്നാനിയിൽ ശവ്വാൽ അമ്പിളിക്കല തെളിഞ്ഞു. പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്തെങ്ങും നടക്കുന്നത്. രാവിലെ തന്നെ പ്രത്യേക പ്രാർത്ഥനയും ഈദ്ഗാഹുകളിൽ പ്രത്യേക പ്രാർത്ഥന നടക്കും. അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. അനഘ, ഈ പ്രത്യേക പ്രാർത്ഥന ഈദ്ഗാഹൊക്കെ എപ്പോഴാണ്? കൃഷ്ണരാജ്, ആദ്യമേ തന്നെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ഈ നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി വിശ്വാസികളാണ് ഈ കടപ്പുറത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈദ്ഗാഹുകൾ നടക്കുകയാണ്. അതിനായിട്ടാണ് ഈ വിശ്വാസികൾ ഈ ബീച്ചിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സമൂഹത്തെ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി, ആ ലഹരിക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രസംഗത്തിലടക്കം എല്ലാ വിശ്വാസികളോട് പറയുന്നത് എന്നതാണ് മറ്റൊന്ന് ഇവിടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ബീച്ചിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, അങ്ങ് ദൂരെ അവിടെ അപ്പുറത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു പ്രത്യേക ഇടം കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ്. മറ്റൊന്ന്, ഇനി ഏകദേശം ഒരു 15 മിനിറ്റോളം ഇവിടെ വിശ്വാസികളൊക്കെ തന്നെ ഈ പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും നമസ്കാരവും ഒക്കെ തന്നെ ഉണ്ടാകും. അതിനുശേഷം ഇവിടെ നിന്ന് വിശ്വാസികളൊക്കെ തന്നെ പിരിഞ്ഞു പോകും. പിന്നെയാണ് ഈ കോഴിക്കോട് നഗരം പെരുന്നാൾ വൈബിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഉണരുക. ഈ സമയം തന്നെ ഇവിടെ നമുക്ക് വലിയ ഒരു ജനത്തിരക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. പക്ഷെ ഇനി അല്പസമയം, ഒരു ഉച്ചയോട് അടുപ്പിച്ചതിന് ശേഷം ഈ ഭാഗത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൺതരിയിട്ടാൽ കാണാത്ത വിധത്തിലായിരിക്കും കോഴിക്കോട് ബീച്ചിലേക്ക് ഈ വിശ്വാസികളുടെ പെരുന്നാൾ ആഘോഷം ഇവിടെ ഉണ്ടാവുക എന്നതാണ് കൃഷ്ണരാജ്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു അല്പസമയത്തിനകം ഈ വിശ്വാസികളൊക്കെ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങും. അതിനുശേഷമാണ്, വീട്ടിലെത്തിയതിനു ശേഷം പുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ പെരുന്നാൾ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീട്ടിലേക്കൊക്കെ പോകും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, ഈ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഭക്ഷണപ്രിയരാണ്. വ്യത്യസ്തമായ ഭക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഒരു ബിരിയാണി ഈ പെരുന്നാൾ ദിവസം ഉണ്ടാകും എന്നതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ഈ കോഴിക്കോട് നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ ഈ പെരുന്നാൾ വൈബിലേക്ക് ഉണർന്നു കഴിഞ്ഞു എന്നതാണ് കൃഷ്ണരാജ്. കോഴിക്കോട്ട് എന്ന് അനഘയാണ് ഈദ്ഗാഹിന്റെ വിവരങ്ങൾ നൽകിയത്. ചെറിയ പെരുന്നാൾ ആഘോഷ നിറവിലാണ് അവർ. ഇനി ടിൻഡു ദാസ് കൂടി ചേർത്തുണ്ട്. ടിൻഡു, തിരുവനന്തപുരത്ത് പ്രധാനമായും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് നടക്കാറുണ്ട്. ഇപ്പോൾ ടിൻഡു എവിടെയാണുള്ളത്? പ്രാർത്ഥനകൾ തുടങ്ങിയോ? കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ തന്നെ തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ്. പാളയം ഇമാമ് സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് ഈദ്ഗാഹ് പൊതു പ്രാർത്ഥന ആരംഭിച്ചിട്ടുള്ളത്. പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു പ്രാർത്ഥന സംഘടിപ്പിക്കുമ്പോൾ നിരവധി ആളുകളാണ്, അല്ലെങ്കിൽ നിരവധി വിശ്വാസികളാണ് ഇത്തരത്തിൽ പൊതു പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പെരുന്നാൾ നമസ്കാരത്തിലും പങ്കെടുക്കാനെത്തുന്നത്. 7:30 മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ പൊതു നമസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം പാളയം ഇമാമിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. അതിനുശേഷം വീടുകളിലേക്ക് ഈ വിശ്വാസികൾ മടങ്ങിപ്പോകും. രാവിലെ 7 മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ പാളയം പള്ളിയിലെത്തി ശരീരവും മനസ്സും ശുദ്ധിയാക്കിയതിനു ശേഷം ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. ഈ വിശ്വാസികൾ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഇത്തവണ നമുക്ക് കൂടുതലും അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഈ പൊതു നിസ്കാര പരിപാടി അല്ലെങ്കിൽ ഈ ഈദ്ഗാഹ് പരിപാടി എത്തിയിട്ടുള്ളത്. ഇന്ന് ഇത്തരത്തിൽ വീടുകളിലേക്കൊന്നും പോകാൻ സാധിക്കാതെയുള്ള വിശ്വാസികൾ ഇന്ന് ഈ പൊതു നിസ്കാര പരിപാടിയിൽ ഈദ്ഗാഹ് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. റംസാൻ മാസം, അതായത് അശരണരുടെ, പട്ടിണി കിടക്കുന്നവരുടെ, ദുരിതം അനുഭവിക്കുന്നവരുടെയൊക്കെ വിഷമം ഒരു പകൽ മൊത്തവും പട്ടിണിയായി ആചരിച്ചുകൊണ്ട് ആ റംസാൻ മാസം 29 അല്ലെങ്കിൽ 30 ദിവസം റംസാൻ ആചരിച്ച് ഷവ്വാൽ പിറക്കുന്ന 1 ഷവ്വാൽ പിറക്കുമ്പോൾ അവിടെ അന്ന് മുതൽ ആരും പട്ടിണി
കടക്കാനോ വിശപ്പ് അനുഭവിക്കാനോ ദുഃഖങ്ങൾ അനുഭവിക്കാനോ പാടില്ലാതെ സാഹോദര്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെയുള്ള ജീവിത രീതിയിലേക്ക് കടക്കുക എന്നതാണ് ഒരുപക്ഷെ പെരുന്നാൾ നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഇത്തരത്തിൽ മാസപ്പിറവി കണ്ടതോടുകൂടി പെരുന്നാളിന്റെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായിട്ടും ഈദ്ഗാഹ് പരിപാടികൾ പൊതു പ്രാർത്ഥന നടക്കുന്നത് ഈ പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ്. സമീപത്ത് തന്നെയാണ് പാളയം പള്ളിയും ഉള്ളത്. അപ്പോൾ ഈ പള്ളിയിലേക്ക് എത്തുന്നവർ രാവിലെ പള്ളിയിലേക്ക് എത്തി മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കി അല്ലെങ്കിൽ അവരുടെ നിസ്കാരത്തിന് മുമ്പുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് വരും. സ്റ്റേഡിയത്തിനുള്ളിലാണ് പിന്നീട് പ്രാർത്ഥനാ പരിപാടികൾ. അവിടെ നിന്ന് പാളയം ഇമാം പെരുന്നാൾ സന്ദേശം നൽകും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമാണ് ഇവിടെ പ്രാർത്ഥനാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് പ്രാർത്ഥനാ സൗകര്യം ഒരുക്കിയിരിക്കുന്നിടത്ത് പ്രത്യേകം ഈ ടെന്റ് കെട്ടി മറച്ചാണ് സ്ത്രീകൾക്ക് പ്രാർത്ഥനാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം കാണാത്ത രീതിയിൽ ഇത്തരത്തിൽ പ്രാർത്ഥനാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 7:30 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പ്രാർത്ഥനാ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ നിരവധി ആളുകൾ ഇത്തരത്തിൽ പൊതു ഈദ്ഗാഹ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. പാളയം ഇമാം ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നു. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. കോഴിക്കോട് നിന്ന് അനഘയും തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുവുമാണ് ഒപ്പം ചേർന്നത്.